Hello and welcome back to another video on daily use ചെറിയ sentences. ഈ സെന്റൻസുകളെല്ലാം തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ അത് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഉറക്കെ വായിക്കെ, ഉറക്കെ വായിക്കെ. റീഡ് അലൗഡ്, റീഡ് അലൗഡ്. അലൗഡ് എന്ന് പറഞ്ഞാൽ കേൾക്കത്തക്കവണ്ണം, അതായത് ഉറക്കെ. അടുത്തത് ആരാണ്, അടുത്തത് ആരാണ്. ഹു ഈസ് നെക്സ്റ്റ്, ഹു ഈസ് നെക്സ്റ്റ്. ഹു ഈസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ക്യൂവിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു കൗണ്ടറിന്റെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തത് ആരാണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഹു ഈസ് നെക്സ്റ്റ് ചോദിക്കുന്നത്. അടുത്തത് നിന്റെ ഊഴമാണ്, അടുത്തത് നിന്റെ ഊഴമാണ്. ഇറ്റ് ഈസ് യുവർ ടേൺ നെക്സ്റ്റ്, ഇറ്റ് ഈസ് യുവർ ടേൺ നെക്സ്റ്റ്. ഇതിന്റെ മുന്നിലത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞത് ഹു ഈസ് നെക്സ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഹൂസ് ടേൺ ഈസ് നെക്സ്റ്റ് എന്ന് ചോദിക്കാം. അതൊക്കെ അതിന്റെ ഉത്തരമായിട്ടാണ് ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് യുവർ ടേൺ നെക്സ്റ്റ്. നമ്മൾ ഒരു പാർട്ടിയിൽ ചീട്ട് കളിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആരാ അടുത്തത്, ഹു ഈസ് നെക്സ്റ്റ്, ഇറ്റ്സ് യുവർ ടേൺ നെക്സ്റ്റ്. അപ്പൊ അത് നിന്റെ അടുത്തത് നിന്റെ ഊഴമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്ക് TURN, ടേൺ. ടേൺ എന്നതിന് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ള അർത്ഥം തിരിക്കുക എന്നാണ്. ടേൺ പറഞ്ഞാൽ തിരിയുക. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ അടുത്ത ആരുടെ ഊഴം എന്ന മീനിങ്ങിലാണ് നമ്മൾ ഇവിടെ ടേൺ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുവരെ ആയിട്ടില്ല, ഇതുവരെ ആയിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നോട്ട് യെറ്റ്, നോട്ട് യെറ്റ്. ഇത് നമ്മൾ പൊതുവെ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ ചോദിക്കുകയാണ്, നിന്റെ ജോലി നിന്റെ പണി ചെയ്ത് കഴിഞ്ഞു, അപ്പൊ അതിന്റെ ഉത്തരമായിട്ടാണ് ഇത് പറയുന്നത് നോട്ട് യെറ്റ്, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുപോലെ അടുപ്പത്ത് ഒരു കറി വെന്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ നോട്ട് യെറ്റ്, അതായത് ഇതുവരെയും വെന്തിട്ടില്ല. കൂടുതലായി നിനക്ക് എന്താണ് വേണ്ടത്, കൂടുതലായി എന്താ വേണ്ടത്. വാട്ട് മോർ ഡു യു വാണ്ട്, വാട്ട് മോർ ഡു യു വാണ്ട്. വാട്ട് മോർ കൂടുതലായി എന്താണ്, ഡു യു വാണ്ട് നിനക്ക് വേണ്ടത്. വാട്ട് മോർ ഡു യു വാണ്ട്. കൂടുതൽ എന്തെങ്കിലും നിനക്ക് വേണോ, കൂടുതൽ എന്തെങ്കിലും നിനക്ക് വേണോ. ഡു യു വാണ്ട് എനിത്തിങ് മോർ, ഡു യു വാണ്ട് എനിത്തിങ് മോർ. മോർ എന്ന് പറഞ്ഞാൽ കൂടുതൽ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ സെന്റൻസും ഇതും തമ്മിലുള്ള ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആദ്യം പറഞ്ഞത് വാട്ട് മോർ ഡു യു വാണ്ട്, ഇപ്പൊ പറയുന്നത് ഡു യു വാണ്ട് എനിത്തിങ് മോർ. അതേപോലെ വേറെ എന്താണ് നിനക്ക് വേണ്ടത്, വേറെ എന്താണ് നിനക്ക് വേണ്ടത്. വാട്ട് എൽസ് ഡു യു വാണ്ട്, വാട്ട് എൽസ് ഡു യു വാണ്ട്. ഇവിടെ എൽസ് വേറെ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോ വാട്ട് എൽസ് വേറെ എന്താണ് നിനക്ക് വേണ്ടത്, ഡു യു വാണ്ട്. വേറെ എന്തെങ്കിലും നിനക്ക് വേണോ, വേറെ എന്തെങ്കിലും നിനക്ക് വേണോ. ഡു യു വാണ്ട് എനിത്തിങ് എൽസ്, ഡു യു വാണ്ട് എനിത്തിങ് എൽസ്. എനിത്തിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും, എൽസ് എന്ന് പറഞ്ഞാൽ വേറെ. അപ്പൊ വേറെ എന്തെങ്കിലും നിനക്ക് വേണോ, ഡു യു വാണ്ട് എനിത്തിങ് എൽസ്. കഴിഞ്ഞ സെന്റൻസിലും നമ്മൾ എൽസ് ഉപയോഗിച്ചതാണ്, ഇവിടെയും എൽസ് ഉപയോഗിക്കുന്നു. അപ്പൊ രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് മനസ്സിലാക്കുക. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചോദിക്കാൻ, ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചോദിക്കാൻ, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചോദിക്കുക. വാട്ട് മോർ ക്യാൻ ഐ ആസ്ക്, വാട്ട് മോർ ക്യാൻ ഐ ആസ്ക്. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാൻ, ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാൻ, അല്ലെങ്കിൽ എന്താണ് പറയുക. വാട്ട് മോർ ക്യാൻ ഐ സേ, വാട്ട് മോർ ക്യാൻ ഐ സേ. നേരത്തെ നമ്മൾ പറഞ്ഞത് വാട്ട് മോർ ക്യാൻ ഐ ആസ്ക്, അതായത് ചോദിക്കുക. മോർ എന്ന് പറയുമ്പോൾ കൂടുതലായി. ഇവിടെ നമ്മൾ വാട്ട് മോർ ക്യാൻ ഐ സേ. നിനക്ക് വീണ്ടും അയാളോട് സംസാരിക്കണം, നിനക്ക് വീണ്ടും അയാളോട് സംസാരിക്കണം. ഡു യു വാണ്ട് ടു ടോക്ക് ടു ഹിം അഗെയിൻ, ഡു യു വാണ്ട് ടു ടോക്ക് ടു ഹിം അഗെയിൻ. അഗെയിൻ വീണ്ടും, ടോക്ക് ടു ഹിം അയാളോട് സംസാരിക്കുക. ഡു യു വാണ്ട് ടു ടോക്ക് ടു
again. നിനക്ക് വീണ്ടും അയാളോട് സംസാരിക്കണോ? നിനക്ക് എന്നിട്ടും അവളെ കാണണോ? നിനക്ക് എന്നിട്ടും അവളെ കാണണോ? Do you still want to see her? Do you still want to see her? അപ്പോ ഒരു പിണക്കം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ എന്നിട്ടും നിനക്ക് അവളെ കാണണോ? Do you still want to see her? എന്നാണ് ചോദിക്കുന്നത്. നിനക്ക് എന്നിട്ടും അവളോട് സംസാരിക്കണം. നിനക്ക് എന്നിട്ടും അവളോട് സംസാരിക്കണം. Do you still want to talk to her? Do you still want to talk to her? Talk to her പറഞ്ഞാൽ അവളോട് സംസാരിക്കുക. Still ഇനിയും ഇതെല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും നിനക്ക് അവളോട് സംസാരിക്കണോ എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ still എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. Do you still want to talk to her? അപ്പോൾ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സെന്റൻസസ് നിങ്ങൾ മനസ്സിലാക്കി അത് പലതവണ കേട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.